മൂന്നാം തവണയും മോദി മന്ത്രിസഭ അധികാരമേറ്റ ദിവസം തന്നെയാണ് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റ്. പൊതുപ്രവർത്തനം നിർത്തുന്നുവെന്നാണ് ഫേസ്ബുക്കിലും എക്സിലും പങ്കുവച്ച പോസ്റ്റിൽ രാജീവ് വ്യക്തമാക്കിയത്. വിവാദമായതോടെ പിന്നീട് ഈ പോസ്റ്റുകൾ പിൻവലിച്ചു. തിരുവനന്തപുരത്ത് തോറ്റാലും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. അദ്ദേഹവും അങ്ങനെ തന്നെയാവും കരുതിയിട്ടുണ്ടാവുക. എന്നാൽ തൃശ്ശൂരിൽ ജയിച്ച സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനെയാണ് കേന്ദ്രമന്ത്രിയാക്കിയത്. ഇതിന്റെ നിരാശ കൊണ്ടാണ് രാജീവിന്റെ കുറിപ്പെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. എന്നാൽ രാജീവിന്റെ പേര് വെട്ടിയതാണെന്നാണ് സൂചന. NDA മുന്നണിക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയതോടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് K. സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയുമാണ് വിളിപ്പിച്ചത്. എന്നാൽ ഇവരാരും രാജീവ് ചന്ദ്രശേഖറിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സ്ഥാനാർത്ഥിയായതോടെ സ്വന്തം നിലയ്ക്കാണ് പ്രചാരണം നടത്തിയത്. ഒരിടത്തും സംസ്ഥാന നേതാക്കളെ കാര്യമായി അടുപ്പിച്ചിരുന്നില്ല. ഇതിന്റെ അമർഷം കേരളത്തിലെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഇതാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. കേരളത്തിൽ 2 മന്ത്രിസ്ഥാനം വേണമെന്ന് V. മുരളീധരന് വേണ്ടി K. സുരേന്ദ്രൻ ശക്തമായി വാദിച്ചു. ഇതേ തുടർന്ന് ജോർജ് കുര്യന്റെ പേരാണ് സംസ്ഥാന നേതാക്കൾ നൽകിയത്. അതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ക്രിസ്ത്യൻ സഭാ നേതാക്കളെക്കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. ഇത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ അകൽച്ച തങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് BJP സംസ്ഥാന നേതാക്കളുടെ വിലയിരുത്തൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടത്തണമെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ ഒപ്പം നിർത്തണമെന്നും അതിന് അവർക്കിടയിൽ സ്വാധീനമുള്ള ഒരാളെ കേന്ദ്രമന്ത്രിയാക്കണമെന്നും V. മുരളീധരൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ജോർജ് കുര്യന്റെ പേര് നേതാക്കൾ നിർദ്ദേശിച്ചത്. ഇതോടെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതീക്ഷയിൽ ഫുൾ സ്റ്റോപ്പ് വീണു. എന്നാൽ കേരളത്തിലേക്ക് ആദ്യമായി എത്തുകയും മറ്റ് മുന്നണികളെ വിറപ്പിച്ചുകൊണ്ട് തലസ്ഥാനത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്ത തൻ്റെ പേര് ഉന്നയിക്കാത്തതിൽ കടുത്ത അമർഷം ഉന്നയിച്ച രാജീവ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞയ്ക്ക് അവസാന നിമിഷത്തിൽ പൊതുപ്രവർത്തനം നിർത്തുകയാണെന്നും സാധാരണ BJP പ്രവർത്തകനായി നിലകൊള്ളുമെന്നും അറിയിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തിരുവനന്തപുരത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് അപ്രതീക്ഷിത നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എൻ്റെ 18 വർഷത്തെ പൊതുസേവനത്തിന് ഇന്ന് തിരശ്ശീല വീഴുന്നു. 3 വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ 18 വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ ഞാൻ തീർച്ചയായും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത് അങ്ങനെയാണ്. ഞാൻ കണ്ടുമുട്ടിയ എല്ലാവർക്കും, എന്നെ പിന്തുണച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ പ്രചോദിപ്പിക്കുകയും ഊർജ്ജസ്വലനാക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും, നേതാക്കൾക്കും എൻ്റെ അഗാധമായ നന്ദി. കഴിഞ്ഞ 3 വർഷം സർക്കാരിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി. ഒരു ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുടർന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യും. ഇങ്ങനെയാണ് രാജീവ് കുറിച്ചത്.